ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസിന്റെ ഒരു ടൂളിനെ പറ്റിയിട്ടാണ്. അതിന്റെ പേര് സ്നിപ്പിംഗ് ടൂൾ എന്നാണ്. നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ടൂളാണ്. ആവശ്യമായ ഏരിയ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് SNI ടൈപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് കാണാം ഇവിടെ സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് ആപ്പ് ഓപ്പൺ ആയി വരും. അതിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ നോക്കുക, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു ഐക്കൺ കാണാം. ഈ ഐക്കൺ വെച്ച് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തെടുത്ത ഏരിയ ഇത്രയാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരാൾക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് മാർക്ക് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ചില ഏരിയ മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇത് മാർക്കിംഗ് ആവശ്യമില്ലെങ്കിൽ അതും ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല പ്രിന്റ് എടുക്കാൻ പറ്റും. ഇത് സേവ് ചെയ്യാനും നമുക്ക് പറ്റും. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫയലിൽ വേണമെങ്കിലും നമുക്ക് JPG അല്ലെങ്കിൽ GIF ഇങ്ങനെ 3 ഫോർമാറ്റിലേക്ക് നമുക്ക് അതിനെ സേവ് ചെയ്യാനും പറ്റും. ഞാനിപ്പം JPGയിലേക്കാണ് സേവ് ചെയ്തത്. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായി, ആവശ്യമുള്ള ഏരിയ മാത്രം കട്ട് ചെയ്ത് കിട്ടി. സ്ക്രീൻഷോട്ടായിട്ടാണ് മാറിയിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് നമുക്ക് കാണാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട്. നമുക്ക് അതുപോലെ തന്നെ പല ഏരിയ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളൊരു ബ്രൗസറാണ്. ബ്രൗസറിൽ ആവശ്യമുള്ള ഏരിയ മാത്രം കട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വിൻഡോസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അവിടെ SNI എന്ന് ടൈപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് മേലോട്ടേക്ക് കാണാം സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെയും ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. പ്രസ് വിൻഡോസ് ലോഗോ കീ പ്ലസ് Shift+S ക്ലിക്ക് ചെയ്താൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഏരിയ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇത്ര ഏരിയ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, അത്ര ഏരിയ മാത്രം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാൻ പോവാണ്. ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്തു. അത് ഏത് ഫോർമാറ്റിലാന്ന് വെച്ചാൽ നമ്മളെ 3 ഫോർമാറ്റ് ഉണ്ട്. ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് അതിൽ സേവ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ സേവ് ചെയ്ത പോലെ തന്നെ JPGയിലേക്ക് തന്നെ സേവ് ചെയ്തു. ജസ്റ്റ് സേവ് കൊടുത്തു. നമുക്കിത് ഡെസ്ക്ടോപ്പിൽ കാണാം. ആ ഏരിയ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കിട്ടി. സ്ക്രീൻഷോട്ടായി ഇനി ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ ഇത് എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.